ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ടൈം കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും പ്ലം കേക്കിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറേ മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് പപ്പായയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തൊക്കെ എടുത്ത് വെച്ചതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കുമ്പോൾ നമ്മളെല്ലാം ഒരേ കനത്തിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം. മുഴുവൻ പപ്പായ എടുത്തിട്ടില്ല, ഇതിൻ്റെ പകുതിയെ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ 1 കപ്പ് അളവിലുള്ളതുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് നേരത്തേക്കാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊരു നന്നായിട്ടൊന്ന് കുക്കായി വരും. ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടിക്ക് ആകുമ്പോഴേക്കും നമ്മൾ സാധാരണ പോലെ ഒരുപാട് അങ്ങ് വേവിക്കരുത്, ഒരു 1/4 ഭാഗം വേവായി കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഇത് തിളച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. ഇനി വേറൊരു പാനിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഈ ചൂടായ പാനിലേക്ക് ഇപ്പോൾ 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പപ്പായ വേവിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. കാരണം ചില പപ്പായക്ക് പെട്ടെന്ന് തന്നെ വേവുന്നതായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ വേവ് നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതൊരു 1/4 ഭാഗമൊക്കെ വെന്ത് കിട്ടിയാൽ മതി. ഈ വെള്ളമൊക്കെ തിളച്ച് ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇതിൽ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഈ ഷുഗർ സിറപ്പിൽ ഒരു 20 മിനിറ്റ് കൂടി കിടക്കണം. 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഷുഗർ സിറപ്പിലേക്ക് നന്നായിട്ട് ഈ പപ്പായയിലേക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ വാനില കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ടൂട്ടി ഫ്രൂട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടി ആയിരിക്കും. ഇനി ഇവിടെ ഞാൻ 3 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഈ പപ്പായ ഇട്ട് കൊടുക്കാം. ആ ഷുഗർ സിറപ്പോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ വറ്റിയിട്ട് കുറച്ചേ ഉള്ള അതിനകത്ത് ഷുഗർ സിറപ്പിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കളേഴ്സ് ഉണ്ടോ അത്രയും ആയിട്ട് നമുക്കതിനെ തിരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 കളേഴ്സേ ഉള്ളൂ. റെഡ്, ഗ്രീന്, യെല്ലോ, ഈ 3 കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കളർ കൂടി മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ 3 ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഡ്രോപ്പ് വീതം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതിന് കളർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 ഞാൻ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 12 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ തന്നെ വെച്ചേക്കണം. ആ ഷുഗറും അതുപോലെ തന്നെ കളറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ 12 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ ഒരു ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകിലും ഇതുപോലെ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ആ ഷുഗർ സിറപ്പ് എക്സ്ട്രാ ആയിട്ടുള്ള ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടാനായിട്ടാണ് നമ്മൾ ആ ടിഷ്യൂ ഉപയോഗിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണയുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിലൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പോൾ 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ എടുക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ പേപ്പറിലിട്ട് ഡ്രൈ ആയായിരുന്നു. ടിഷ്യൂ പേപ്പറിലൊക്കെ ഡ്രൈ ആയി വന്നപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വീണ്ടും. കണ്ടോ, ഇതുപോലെ നല്ല ഡ്രൈ ആയി വരണം. ഒട്ടും അതിനകത്ത് ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു വെള്ളമയം പോലെ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. കാരണം അത് നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് കുറേ ദിവസം വെക്കാനായിട്ട് പറ്റത്തില്ല. ഡ്രൈ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.